ഇറാന്റെ തിരിച്ചടിയിൽ തെല്ലവീവിൽ വ്യാപക നാശനഷ്ടം. തെല്ലവീവിൽ റോക്കറ്റുകൾ നേരിട്ട് പതിച്ചു. 12 പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ട 3 കമാൻഡർമാർക്ക് പിന്തുടർച്ചക്കാരെ നിശ്ചയിച്ചു. ആര് കൊല്ലപ്പെട്ടാലും ഏറ്റുമുട്ടലിൽ നിന്ന് പിന്മാറില്ലെന്നും ഇറാൻ വിപ്ലവ സേന വക്താവ് അറിയിച്ചു. ഇറാനിലെ ഭരണ അട്ടിമറിക്ക് പ്രാദേശിക ഗ്രൂപ്പുകളെ സഹായിക്കാൻ ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയതായി US ഉദ്യോഗസ്ഥർ അറിയിച്ചു. വിവരങ്ങളുമായി റിയാദിൽ നിന്ന് അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, ഇറാന്റെ കനത്ത തിരിച്ചടിയാണ് ഇസ്രായേൽ നടക്കുന്നത്. തെല്ലവീവിൽ എത്രത്തോളം നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഹരി, ഇന്നിപ്പോൾ ഈ ആക്രമണത്തിന്റെ സ്വഭാവം മാറ്റുകയാണ് എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. കുറച്ചുകൂടെ പ്രഹരശേഷി വർദ്ധിച്ച മിസൈലുകളും ആയുധങ്ങളും ഇന്നു മുതൽ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സൈന്യം അറിയിക്കുന്നത്. ഇന്നിപ്പോൾ അതിന് പിന്നാലെ ടെൽ അവീവിൽ റോക്കറ്റുകൾ നേരിട്ട് പതിച്ചതായി ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിൽ 12 പേർക്ക് പരിക്കേറ്റതായാണ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം. റോക്കറ്റുകൾ തകർത്തപ്പോഴുള്ള അവശിഷ്ടങ്ങളും റോക്കറ്റുകൾ നേരിട്ട് പതിച്ചുമാണ് ഈ പരിക്കുകൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത്. മാത്രവുമല്ല, നിലവിലുള്ള ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനം മറികടക്കാൻ പുതുതായി ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് സാധിക്കുമെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും ഇന്ന് രാത്രി കൂടുതൽ ആക്രമണം പ്രതീക്ഷിക്കേണ്ടി വരും എന്നുള്ളതും ഇറാൻ സൂചന നൽകുകയാണ്. ഇതോടൊപ്പം അവരുടെ കമാൻഡർമാരുടെ കാര്യത്തിലും പുതിയ വിവരങ്ങൾ ഇറാൻ പുറത്തുവിടുന്നു. ഓരോ കമാൻഡർമാർക്കും 3 പിന്തുടർച്ചക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇറാൻ സൈന്യം അറിയിക്കുന്നത്. ഇറാനിൽ ഏതാണ്ട് 30 പ്രവിശ്യകളാണുള്ളത്. ഈ 30 പ്രവിശ്യകളിലും കമാൻഡർമാരുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ സഹവകുപ്പുകളും അതിന് കമാൻഡർമാരുമുണ്ട്. ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലല്ല ഇറാന്റെ സൈനിക വിഭാഗം പ്രവർത്തിക്കുന്നത്. ഓരോ മേഖലയിലുള്ളവർക്കും വ്യത്യസ്തമായ അധികാരങ്ങൾ നൽകിക്കൊണ്ടാണ് അതിന്റെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചടി, പ്രതിരോധം ഇതെല്ലാം തന്നെ ശക്തമായി തുടരും എന്നുള്ളതാണ് ഇറാൻ സൈന്യം ഇപ്പോൾ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ യുദ്ധം ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയനും ഗൾഫ് വിദേശകാര്യ മന്ത്രിമാരും വ്യാഴാഴ്ച ചർച്ച നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ചർച്ച നടക്കുന്നത്. എന്ന് വെച്ചാൽ ഈ 2 ദിവസത്തിനകം എന്തെങ്കിലും പുതുതായി ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഒരു ചർച്ചയിലേക്കുള്ള നീക്കമോ മറ്റോ നിലവിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം ഇറാനിൽ വ്യാപകമായ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അതിൽ തന്നെ US എടുത്തു പറയുന്ന കാര്യം, അവരുടെ വിമാനങ്ങൾക്ക് അനായാസം ഇറാന്റെ വ്യോമ മേഖലയിൽ പ്രവേശിക്കുവാനും കൃത്യമായി ആക്രമണങ്ങൾ നടത്തി മടങ്ങിപ്പോകുവാനും സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നു. 135 പട്ടണങ്ങളിലാണ് ഇന്ന് ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇറാൻ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. മറ്റൊരു കാര്യം, ട്രംപ് ഇന്നിപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇറാനിലെ ഭരണം മാറ്റുവാൻ വേണ്ടി അവിടെയുള്ള പ്രാദേശിക ഗ്രൂപ്പുകളെ, അതായത് ഇറാനകത്തുള്ള പ്രാദേശിക ഗ്രൂപ്പുകളെ US സഹായിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇറാനകത്തു നിന്ന് തന്നെ ഇതിന് തയ്യാറായിക്കൊണ്ട് നിരവധി പേർ, എന്ന് വെച്ചാൽ നിലവിലെ ഭരണകൂടത്തോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ആളുകൾ വരുന്നുണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഇതെല്ലാം ഒരു പക്ഷേ സൈക്കോളജിക്കൽ വാർഫെയർ എന്നുള്ള സ്വഭാവത്തിലാണ് ഇറാൻ പക്ഷേ കാണുന്നത്. ഇന്നിപ്പോൾ ഇറാനിലെ മരണസംഖ്യ 787 കടന്നിട്ടുണ്ട്. US സൈന്യത്തിന്റെ പക്ഷത്ത് നിന്ന് 6 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 10 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റ് US പക്ഷത്ത് ചികിത്സയിലുള്ളത്. നിലവിലെ സാഹചര്യം ആശങ്കാജനകമായി തന്നെ പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം തുടരുകയാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അത് വ്യാപാര മേഖലയെ നേരത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പെട്രോളിയം ഉൽപ്പന്നങ്ങളും ക്രൂഡ് ഓയിലുമാണ് കാര്യമായി കയറ്റുമതി ചെയ്യുന്നത്. ഈ കയറ്റുമതി ചെയ്യുന്നതിന് ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ച ഒരു പശ്ചാത്തലത്തിൽ ഒരു ബദൽ മാർഗം എന്നുള്ളതിലേക്ക് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സൗദിയിലെ മറ്റൊരു ചെങ്കടൽ തീരമായ യാംബുവിലേക്ക് എത്തിച്ച് അവിടെ നിന്നും കയറ്റുമതി ചെയ്യുവാനാണ് സൗദി അറേബ്യ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്നുള്ള കയറ്റുമതിക്ക് ഇപ്പോൾ തന്നെ ടാങ്കറുകൾക്ക് ഏതാണ്ട് $28 വർധനവുണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $85 കുതിച്ചു കയറിയ സാഹചര്യം കൂടി ഒരു പശ്ചാത്തലമായി നിലനിൽക്കുന്നു. എന്ന് വെച്ചാൽ ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ആശ്വാസകരമല്ല അവരുടെ വ്യാപാര രംഗത്തു നിന്നുള്ള ചിത്രം എന്നുള്ളതാണ്. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ നേരിട്ട് യുദ്ധം നിലവിൽ സൗദി അറേബ്യയിൽ ബാധിച്ചിട്ടില്ല. ജനജീവിതം സാധാരണ രീതിയിൽ തന്നെ തുടരുകയാണ്. 2 ദിവസത്തിനിടെ 17 ഡ്രോൺ ആക്രമണം നടന്നെങ്കിലും 2 മാത്രമാണ് നിലത്ത് പതിച്ചത്. അത് തന്നെ റിയാദിലെ US എംബസിയിലാണ് പതിച്ചത്. ആ കെട്ടിടത്തിന്റെ മേൽഭാഗം ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു വീഴുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇതിലൊന്നും ആളപായമോ പരിക്കുകളോ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷേ സാമ്പത്തിക മേഖലയെ ഇത് ബാധിച്ചു തുടങ്ങുന്നതാണ് നിലവിലെ ചിത്രം. ഹരി.